ഇന്ത്യ വീണ്ടും അമേരിക്കൻ ആയുധങ്ങൾക്ക് വേണ്ടി കോടികൾ ചിലവഴിക്കുന്നു. ഏകദേശം 3500 കോടി രൂപയുടെ 2 വമ്പൻ ഡിഫൻസ് സപ്പോർട്ട് പാക്കേജുകൾക്കാണ് അമേരിക്ക ഇപ്പോൾ പച്ചക്കൊടി കാട്ടിയിരിക്കുന്നത്. ആധുനിക യുദ്ധങ്ങൾ ഡ്രോണുകളിലേക്ക് മാറുമ്പോഴും ഇന്ത്യ എന്തിനാണ് ഈ പഴയ ആയുധങ്ങൾക്കായി ഇത്രയധികം പണം മുടക്കുന്നത്? നോക്കാം. ഈ സപ്പോർട്ട് പാക്കേജിൽ പ്രധാനമായും 2 ആയുധങ്ങളാണുള്ളത്. ഒന്ന്, ലോകത്തിലെ ഏറ്റവും മികച്ച അറ്റാക്ക് ഹെലികോപ്റ്ററായ അപ്പാച്ചെ. 2, അതിർത്തിയിലെ മലനിരകളിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്തായ M777 ഹോവിറ്റ്സർ തോക്കുകൾ. ചൈനീസ് അതിർത്തിയിലെ ലഡാക്ക് മുതൽ അരുണാചൽ വരെ ഇന്ത്യയുടെ സുരക്ഷാ കവചമായി നിൽക്കുന്ന ആയുധങ്ങളാണിവ. പക്ഷേ ഇവിടെ ഒരു വലിയ ചോദ്യമുണ്ട്. യുക്രൈൻ യുദ്ധം കണ്ട ലോകം ഇന്ന് ഡ്രോണുകൾക്ക് പിന്നാലെയാണ്. മനുഷ്യൻ നിയന്ത്രിക്കുന്ന വലിയ ഹെലികോപ്റ്ററുകൾ യുദ്ധമുഖത്ത് പരാജയപ്പെട്ടേക്കാമെന്ന വാദം ശക്തമാണ്. എന്നിട്ടും ഇന്ത്യ എന്തുകൊണ്ടാണ് അപ്പാച്ചികൾക്ക് ഇത്രയും പ്രാധാന്യം നൽകുന്നത്? അത്യാധുനിക മിസൈലുകൾ വഹിക്കാനും തത്സമയം തീരുമാനങ്ങളെടുക്കാനും അപ്പാച്ചികൾക്ക് കഴിയുന്നത് തന്നെയാണ് ഇപ്പോഴും അവയെ പ്രസക്തമാക്കുന്നത്. M777 ഹോവിറ്റ്സറുകളുടെ കാര്യം ഇതിലും കൗതുകകരമാണ്. ഇവ ഭാരം കുറഞ്ഞതായതിനാൽ ഹെലികോപ്റ്ററുകളിൽ തൂക്കി അതീവ ദുർഘടമായ മലമുകളിൽ പോലും എത്തിക്കാം. ചൈനീസ് കടന്നുകയറ്റങ്ങൾ തടയാൻ ഇത്തരം മൊബൈൽ ആർട്ടിലറി സംവിധാനങ്ങൾ ഇന്ത്യക്ക് അനിവാര്യമാണ്. അവയുടെ കൃത്യമായ മെയിൻ്റനൻസിനാണ് ഈ തുക ചിലവഴിക്കുന്നത്. ഇതൊരു വെറും വാങ്ങൽ മാത്രമല്ല, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധത്തിന്റെ വളർച്ച കൂടിയാണ്. ഇൻഡോ പസഫിക് മേഖലയിൽ ഇന്ത്യയെ ഒരു വലിയ ശക്തിയായി നിലനിർത്തുക എന്നത് അമേരിക്കയുടെയും ആവശ്യമാണ്. ഭാവിയിലെ യുദ്ധങ്ങൾ തീരുമാനിക്കുക ഡ്രോണുകളാണോ അതോ അപ്പാച്ച പോലുള്ള കരുത്തുറ്റ ഹെലികോപ്റ്ററുകളാണോ? ഇന്ത്യ ആയുധങ്ങൾക്കായി വിദേശ രാജ്യങ്ങളെ ഇത്രയധികം ആശ്രയിക്കുന്നതിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ ആധികാരികമായ പ്രതിരോധ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.